ഇനി വരുന്ന കാലങ്ങളിൽ മനുഷ്യർക്ക് പണിയെടുക്കേണ്ടി വരില്ല. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കും. അതായത് മനുഷ്യർക്ക് കൂടുതലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടായി ഭാവിയിൽ റോബോട്ടുകളെ അവതരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് കൂടുതലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകാം. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇലോൺ മസ്ക് ആണ്. 2021 ഓഗസ്റ്റ് 19 ടെസ്ലയുടെ AI ഡേയിൽ അനൗൺസ് ചെയ്ത പ്രോജക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ടെസ്ല ബോട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ ഒരു കാര്യം പ്രാവർത്തികമായി കൊണ്ടുവരുന്നത്? അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒപ്റ്റിമസ് റോബോട്ട് ടെസ്ല ബോട്ട് എന്നാണ് ഒഫീഷ്യൽ നെയിം. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അദ്ദേഹം അനൗൺസ് ചെയ്തതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ തന്നെ ടെസ്ലയുടെ AI ടീമിന് വലിയ എഞ്ചിനീയർമാരെയും കൂടാതെ തങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെയും ആകർഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത്. അത് മാത്രമല്ല, ടെസ്ല എന്നത് ഒരു കാർ കമ്പനി മാത്രമല്ല, റോബോട്ടുകളെയും മറ്റ് പല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റുകളെയും അവതരിപ്പിക്കുന്ന ഒരു കൂടിയാണെന്ന് ലോകം മുഴുവനും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതായത് തങ്ങൾ ആരാണെന്ന് അറിയുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി അദ്ദേഹം ഈ പ്രോജക്റ്റുകളെ കുറിച്ചെല്ലാം അനൗൺസ് ചെയ്തത്. ഇങ്ങനെ റോബോട്ടുകളെ അവതരിപ്പിക്കുന്നതിലൂടെ ജനജീവിതം എളുപ്പമായി മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യർക്ക് തങ്ങളുടെ ജോലിഭാരം കുറയും. അങ്ങനെ വരുമ്പോൾ അപകടകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും റോബോട്ടുകളെ ഏൽപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആവർത്തന വിരസത ഉള്ളതും. ഇങ്ങനെ വരുമ്പോൾ അവിടെ മനുഷ്യരുടെ ജോലി മാത്രമല്ല കുറയുന്നത്, മനുഷ്യർക്ക് ക്രിയേറ്റീവും പാഷനേറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. റോബോട്ടുകൾ മാത്രമല്ല, സമാനമായ പല കാര്യങ്ങളും ജനജീവിതം എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ റോഡുകളിൽ കണ്ടുവരുന്ന സിഗ്നലുകളെ തന്നെ എടുക്കാം. അതായത് സിഗ്നലുകളുടെ വരവോടുകൂടി ട്രാഫിക് പോലീസിന്റെ ജോലി അവിടെ കുറഞ്ഞു. അവർക്ക് പൊരിവെയിലത്ത് നിന്ന് എക്സോസ്റ്റായി ജോലി ചെയ്യേണ്ട സാഹചര്യം ഒഴിവായി. മാത്രമല്ല, സിഗ്നലുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ റോഡുകളിലെ ബ്ലോക്കുകളും കുറയുവാൻ അവ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് റോബോട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത്. ബ്രെയിൻ, ഇവയുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ടെസ്ലയുടെ കാറുകളിൽ ഉപയോഗിക്കുന്ന ഫുൾ സെൽഫ് ഡ്രൈവിംഗ്, അതായത് FSD കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. മസ്കിന്റെ ഈ റോബോട്ടിന് പ്രധാനമായി 3 ഘട്ടങ്ങളാണ് വരുന്നത്. അവ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവയുടെ ശരീരം മുഴുവനും ഫുൾ HD ക്യാമറയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കാണുവാനും അനലൈസ് ചെയ്തെടുക്കുവാനും ഇവയ്ക്ക് സാധിക്കും. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന സംവിധാനം ഇവയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും, അതായത് ഇതൊരു TV ആണ്, മേശയാണ് എന്നിങ്ങനെയൊക്കെ ഇവയ്ക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ട്രെയിനിങ്, ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ഇതാണ്, ട്രെയിനിങ്. ടെസ്ലയുടെ തന്നെ ഡോജോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മനുഷ്യരും എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, മനുഷ്യർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിങ്ങനെയൊക്കെ ഡോജോ കമ്പ്യൂട്ടറുകളിൽ ഇവയെ കാണിച്ച് പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഫാക്ടറിയിൽ നടക്കുന്ന ട്രയലുകളിലൂടെയും എററുകളിലൂടെയും ഓരോ കാര്യങ്ങളും ഇവ സ്വയം പഠിച്ചെടുക്കുന്നു. ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസുകൾ അനുസരിച്ച്, അതായത് 2026 രേഖകൾ പ്രകാരം ഇവയുടെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. അതിന് കാരണം 2023 അവതരിപ്പിക്കപ്പെട്ട Gen 2 ഒപ്റ്റിമസ് ആണ്. അതായത് ഇവയുടെ അപ്ഡേറ്റഡ് വെർഷൻ. ഈ ഒരു അപ്ഡേഷനിലൂടെ നടത്തവും വേഗതയും 30% കൂടി. ഭാരം 10 കിലോ കുറയുകയും ചെയ്തു. കൈയുടെ ഡെക്സ്റ്റേറിറ്റിയും കൂടിയിട്ടുണ്ട്. 2024 ടെസ്ലയുടെ തന്നെ ഫ്രീമോണ്ട് ആൻഡ് ടെക്സാസ് ഫാക്ടറിയിൽ ബാറ്ററി ഹാൻഡിലിംഗ്, പാർട്സ് മൂവിംഗ് എന്നിങ്ങനെയുള്ള ജോലികൾ ഇവ ചെയ്തു വരുന്നു. ഹ്യൂമൻ സൂപ്പർവിഷനും ഇവയ്ക്ക് ഉണ്ട്. 1000-ലധികം റോബോട്ടുകളെ 2026 അതായത് ഈ വർഷം ടെസ്ലയുടെ സ്വന്തം ഫാക്ടറിയിൽ തന്നെ ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്നതാണ്. ജനങ്ങൾക്ക് റോബോട്ടുകളെ ലഭ്യമായി തുടങ്ങുന്നത് 2027 ശേഷമായിരിക്കും. റോബോട്ടുകളിലെ ആദ്യ പതിപ്പുകളിൽ ഒന്നാണ് ടെസ്ല ബോട്ട്. ഇവയ്ക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങൾ ഉണ്ട്. അതായത് നടക്കുവാനും കയറ്റം കയറുവാനുമൊക്കെ ഇവയ്ക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ബോക്സുകൾ എടുക്കുവാനും വയറുകൾ കണക്ട് ചെയ്യുവാനും കൂടാതെ പാത്രങ്ങൾ കഴുകുവാനും പാചകം ചെയ്യുവാനുമൊക്കെ ഇവയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ലേബർ ഷോർട്ടേജ് പരിഹാരവും ഇവയിലൂടെ സാധ്യമാണ്. അതായത് ഫാക്ടറികളിൽ ഇവയെ ജോലിക്ക് വെക്കാം. തുടക്കമായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ചില കാര്യങ്ങൾ സാധിക്കില്ല. അതായത് സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതല്ല. കൂടാതെ വളരെ വേഗത്തിലുള്ള ജോലികൾ,
ഏറ്റവും പ്രധാനമായി മനുഷ്യന്റെ ഇമോഷൻ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തുടക്കകാലമായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കഴിയുന്നതല്ല. നമുക്ക് ഈ റോബോട്ടുകളുടെ സ്പെക്കിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഇവയുടെ ഉയരമായി വരുന്നത് 5 അടി 8 ഇഞ്ചാണ്, അതായത് 173 സെന്റിമീറ്റർ. ഇവയുടെ ഭാരമായി വരുന്നത് 57 കിലോഗ്രാം. 20 കിലോഗ്രാം വെയിറ്റുകൾ ഇവയ്ക്ക് ചുമക്കുവാനും സാധിക്കും. ഇവ നടക്കുന്നത് 8 km/h സ്പീഡിലാണ്. ഇവയുടെ ബാറ്ററി 2.3 kWh പാക്ക് ആണ് ഇവയുടെ ബാറ്ററി കപ്പാസിറ്റി. ഒരു ദിവസത്തെ കാര്യങ്ങൾക്ക് ഇവ ധാരാളം. അതുപോലെ തന്നെ ചാർജ് ചെയ്യുവാനും ഇവയ്ക്ക് സമയമെടുക്കുന്നതാണ്. 28 ആക്യുവേറ്റേഴ്സ് പ്ലസ് 11 degrees ഓഫ് ഫ്രീഡം ഇൻ ഹാൻഡ്സ്. ഇതാണ് ഇവയിൽ വരുന്നത്, അതായത് ടെസ്ലയുടെ തന്നെ സ്വന്തം മോട്ടാർ. ടെസ്ലയുടെ കാറിൽ തന്നെ വരുന്ന 2.5D വിഷൻ, ക്യാമറാസ്, IMU, ഫോഴ്സ് സെൻസേഴ്സ് എന്നിവയെല്ലാം ഇവയിൽ ഉൾപ്പെടും. $20,000 ഇവയുടെ വിലയായി വരുന്നത്, അതായത് ഇന്ത്യൻ റുപ്പിയിൽ 17 ലക്ഷം രൂപ. എന്നാൽ ഈ ഒരു തുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല. അതായത് വലിയ കമ്പനികൾക്ക് പോലും ഇവ വില കൂടിയ ഒരു വസ്തുവായി മാറുകയാണ്. അപ്പോൾ പിന്നെ ഓരോ കുടുംബങ്ങളുടെ കാര്യവും പറയണോ? അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇവ വാങ്ങുവാൻ പറ്റുന്ന രീതിയിൽ ഇവയുടെ വില കൊണ്ടുവരുവാനും ഇവർക്ക് പ്ലാൻ ഉണ്ട്. ടെസ്ല ബോട്ട് ജനജീവിതം എളുപ്പമാക്കുമെങ്കിലും ചില വെല്ലുവിളികളും ഇവയ്ക്കായി വരുന്നുണ്ട്. അതായത് മനുഷ്യരുടെ ജോലി അവിടെ നഷ്ടപ്പെട്ടേക്കാം. ശരിക്കും അങ്ങനെ ഒരു കാര്യവും മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ ഇവർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നെ ചെയ്യുന്നത്. എന്നാൽ ജോലിയിൽ മാത്രം ആശ്രയിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ ഒരു കാര്യം ഒരുപക്ഷെ വെല്ലുവിളിയായേക്കാം. അതുപോലെ തന്നെ ഇവ ഉപയോഗിക്കുവാൻ എത്ര കണ്ട് സുരക്ഷിതമാണെന്നും കണ്ടറിയേണ്ടതാണ്. പിന്നെ ഓരോ ജോലികളും ഓരോ പ്രവൃത്തികളും കണ്ടറിഞ്ഞുകൊണ്ട് സങ്കീർണമായിട്ടുള്ള ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടതും അനിവാര്യമാണ്. അത് ഇവ എങ്ങനെയായിരിക്കും ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമായി വരികയാണ്. ഇവയിൽ നമ്മെ സഹായിക്കുന്ന സവിശേഷമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതായത് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത്, വീട്ടിലെ ഹെൽപ്പറായി വരുന്നതൊക്കെ നമുക്ക് സഹായകം തന്നെയാണ്. എന്നാൽ മനുഷ്യരുടെ ഒരു മേൽനോട്ടം തുടക്കകാലത്തെങ്കിലും ഇവയ്ക്ക് വേണ്ടിവരും. ഉദാഹരണത്തിന് പാത്രം കഴുകുവാൻ ഇവയോട് പറയുമ്പോൾ പാത്രങ്ങളെല്ലാം നേരെ എടുത്ത് സിങ്കിലിടും. അതിൽ പൊട്ടുന്നതുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവ ശ്രദ്ധിക്കാറില്ല. അതല്ലെങ്കിൽ അത് മനസ്സിലാക്കി പെരുമാറുവാൻ ഇവയ്ക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടെസ്ല ബോട്ടിന്റെ കാര്യങ്ങൾ. നമുക്ക് ഇലോൺ മസ്കിന്റെ മറ്റ് പ്രോജക്റ്റുകളെ കുറിച്ച് അടുത്തായി വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.